മലയാള സിനിമയുടെ ചിരിയുടെ സുൽത്താൻമാർ തിരിച്ചെത്തുകയാണ്. ഹൈറേഞ്ചിലെ തോടുകളും കവലുകളും വിട്ട് ഇത്തവണ ഷാജി പാപ്പനും സംഘവും ചുവടുവെക്കുന്നത് ചരിത്രത്തിന്റെ തട്ടിലേക്കാണ്. മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ആട് 3 എന്ന ദൃശ്യവിസ്മയം വെറുമൊരു കോമഡി ചിത്രമല്ല, മറിച്ച് മലയാള സിനിമയുടെ ഇന്നുവരെ കാണാത്ത ഒരു വമ്പൻ കോമഡി ഫാന്റസി അഡ്വഞ്ചർ ആണ്. ആദ്യ ഭാഗത്തിൽ ഒരു പാവം പിങ്കുവാടിനെ ചൊല്ലിയുള്ള കഷ്ടപ്പാടുകളും രണ്ടാം ഭാഗത്തിൽ വടംവലിയും കൊട്ടേഷൻ സംഘങ്ങൾ തീർത്ത പുകിലുകളും നാം പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. ഇപ്പോഴിതാ മൂന്നാം ഭാഗത്തിൽ ട്രെയിലർ നൽകുന്ന സൂചനയനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഒരു പഴയ രാജഭരണ കാലത്തെ വേഷപ്പകർച്ചയിലാണ് എത്തുന്നത്. സ്റ്റൈലിൽ മുണ്ടുമടക്കി കുത്തിയിരുന്ന ഷാജി പാപ്പൻ ഇത്തവണ ഒരു യഥാർത്ഥ രാജാവിന്റെ ഗാംഭീര്യത്തോടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ചുവപ്പും കറുപ്പും കലർന്ന ആ പഴയ വീര്യം അതേപടി നിലനിർത്തിക്കൊണ്ട് ജയസൂര്യ വീണ്ടും പാപ്പനായി വിസ്മയിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇതൊരു നവ്യാനുഭവമായിരിക്കും. പാപ്പൻ തനിച്ചല്ല വരുന്നത്. അറക്കൽ അബുവായി സൈജു കുറുപ്പും വിശ്വരൂപം പ്രാപിച്ച ഡ്യൂഡായി വിനായകനും ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ ധർമ്മജൻ ബോൾഗാട്ടി, നോബി, നിർമ്മൽ പാലാഴി, ബിജുക്കുട്ടൻ എന്നിവരും ഒപ്പമുണ്ട്. ഇന്ദ്രൻസ്, വിജയ് ബാബു, സണ്ണി വെയ്ൻ, സുധി കോപ്പ തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ഈ ചരിത്രയാത്രയിൽ പങ്കുചേരുന്നുമുണ്ട്. ഇടുക്കിയിലെ ആ പഴയ നാട്ടുസംഘം എങ്ങനെ ഈ പുരാതന കാലഘട്ടത്തിന്റെ ഭാഗമായി എന്ന ചോദ്യമാണ് ആരാധകരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉണർത്തുന്നത്. ഒരുപക്ഷെ ഒരു ടൈം ട്രാവൽ സാധ്യതയോ അതോ പാപ്പന്റെ മറ്റൊരു സ്വപ്നമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്. ഷാൻ റഹ്മാന്റെ തകർപ്പൻ സംഗീതവും മിഥുൻ മാനുവലിന്റെ ക്രാഫ്റ്റും ചേരുമ്പോൾ ആട് 3 ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കുമെന്ന് ഉറപ്പാണ്. കാത്തിരിപ്പിന് വിരാമമിട്ട് 2026 മാർച്ച് 19 ഈദ് റിലീസായി ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും തിയേറ്ററുകളിൽ പടയോട്ടം നടത്തുമ്പോൾ മലയാള സിനിമ മറ്റൊരു ദൃശ്യവിസ്മയത്തിനു കൂടി സാക്ഷ്യം വഹിക്കും.